Hi everyone, welcome to RJ Hub. Polytechnic Diploma in Computer Engineering in Semester 3 subject Object Oriented Programming through CPP Session 2 video ilekku ellavarkkum swagatham. Innu discuss cheyan uddeshikkunna topics C++ features. ഒരു C++ programming language ന്റെ എന്തൊക്കെ features ആണുള്ളത്, അതിന്റെ different concept എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ സെക്ഷനിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ തുടങ്ങുന്നത്. Then we will move on to our topic, that is features of C++. C++ എന്ന ലാംഗ്വേജിന്റെ ഫീച്ചേഴ്സ് ആണ് ഇന്നത്തെ സെക്ഷനിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. C++ എന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ വളരെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് മാത്രമാണ് ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഫീച്ചേഴ്സിലെ ഒരുപാട് കൺസെപ്റ്റിലുള്ള ലാംഗ്വേജ് ആണ് C++. C എന്നൊരു ലാംഗ്വേജിന്റെ കുറച്ചുകൂടി ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആണ് നമുക്ക് വേണമെങ്കിൽ പറയാം. C എന്ന ലാംഗ്വേജിന്റെ ഒപ്പം കുറച്ച് ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ടാക്കിയ ഒരു ലാംഗ്വേജ് ആണ് C++. സോ C++ എന്ന ഒരു ലാംഗ്വേജ് പഠിക്കുന്നതിന് മുമ്പായിട്ട് അതിനെക്കുറിച്ച് അതിന്റെ കൺസെപ്റ്റ് അറിയുന്നത് വളരെ നല്ലതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ടോപ്പിക് നിങ്ങളുടെ സിലബസിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സോ ഏതൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ സിമ്പിൾ, പോയിന്റേഴ്സ്, മെമ്മറി മാനേജ്മെന്റ്, platform dependent, rich library, compiler based, mid-level programming language, and finally and most important one, that is object oriented. നമുക്ക് ഓരോന്നായും എന്താണെന്ന് നോക്കാം, ഓരോ ഫീച്ചേഴ്സും എന്തിനാണ് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ സിമ്പിൾ എന്നത് അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടി വരുമോ എന്നറിയില്ല. സിമ്പിൾ എന്ന ലാംഗ്വേജ് എന്നുള്ളത് വളരെ സിമ്പിളായ ഒരു ലാംഗ്വേജ് ആണ് C++. നിങ്ങൾക്കറിയാം C++ ലാംഗ്വേജ് എന്നത് C ലാംഗ്വേജിന്റെ കുറച്ചൊരു അഡ്വാൻസ്ഡ് വേർഷൻ ആണ്. ഏതൊരാൾക്കും ബിഗിനർ ലെവലിൽ പഠിക്കുന്ന ഒരു ലാംഗ്വേജ്, കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡിൽ ഏറ്റവും ബിഗിനർ ലെവലിൽ പഠിപ്പിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് C എന്നുള്ള ലാംഗ്വേജ്. ഈ C എന്ന ലാംഗ്വേജിന്റെ വളരെ കുറച്ച് മൈന്യൂട്ട് ആയുള്ള കുറച്ച് ഡിഫറൻസ് മാത്രമാണ് C++ എന്നൊരു ലാംഗ്വേജിനുള്ളത്. ബേസിക്കായിട്ട് C പഠിച്ചിട്ട് ഒരാൾക്ക് വളരെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് C++. C എന്ന ലാംഗ്വേജിലുള്ള മിക്കവാറും എല്ലാ കൺട്രോൾ സ്ട്രക്ചേഴ്സ് ആണെങ്കിലും അതിന്റെ സിൻടാക്സ് ആണെങ്കിലും ഒക്കെ C എന്നുള്ള ലാംഗ്വേജിന് ബേസ് ചെയ്തിട്ടാണ് C++ ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ പഠിക്കാനാണെങ്കിലും സിമ്പിളാണ്, നമുക്കൊരു പ്രോഗ്രാം ചെയ്യാനാണെങ്കിലും വളരെ സിമ്പിളായ ഒരു ലാംഗ്വേജ് ആണ് C++. അതായത് ഒരു പ്രോബ്ലം നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിനെ വളരെ ചെറിയ പാർട്സ് ആക്കിയിട്ട് ഫംഗ്ഷൻസ് ആയിട്ട് അല്ലെങ്കിൽ മൊഡ്യൂൾസ് ആയിട്ട് തരച്ച് ആ ഓരോ മൊഡ്യൂൾ ബൈ മൊഡ്യൂൾ ആയിട്ട് ഒക്കെ പ്രോഗ്രാം ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് C++. സോ ദെൻ the next one is pointer. Pointer എന്ന് വെച്ചാൽ pointers are variables that store the address of another variable. മറ്റൊരു വേരിയബിളിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് പോയിന്റേഴ്സ്. അതായത് ഒരു വേരിയബിളിന്റെ മെമ്മറി ലൊക്കേഷന് പോയിന്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു വേരിയബിൾ ആണ് പോയിന്റേഴ്സ് എന്ന് പറയുന്നത്. സോ ദെൻ നെക്സ്റ്റ് വൺ മെമ്മറി മാനേജ്മെന്റ്. മെമ്മറി മാനേജ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രോഗ്രാം എഴുതിയ സമയത്ത് മെമ്മറി എന്നുള്ള നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവമാണ് മെമ്മറി. സോ ഒരു മെമ്മറി എന്നുള്ളത് ഒരു പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്യാം, ഡീഅലോക്കേറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ C++ ഡൈനാമിക്കലി ചെയ്യാൻ കഴിവുള്ള ഒരു ലാംഗ്വേജ് ആണ് C++. ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ആൻഡ് ഡീഅലോക്കേഷൻ പോസിബിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് C++. സോ അതാണ് മെമ്മറി മാനേജ്മെന്റ് എന്നുള്ള ഒരു കൺസെപ്റ്റിലൂടെ പറയുന്നത്. Then we have platform dependent. എന്താണ് പ്ലാറ്റ്ഫോം ഡിപ്പെൻഡന്റ് എന്ന് വെച്ചാൽ? പ്ലാറ്റ്ഫോം ഡിപ്പെൻഡന്റ് എന്ന് പറയുന്നത് ഏതൊരു പ്ലാറ്റ്ഫോമിലാണോ ആ ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ പ്ലാറ്റ്ഫോമിൽ മാത്രമേ നമുക്ക് C++ പ്രോഗ്രാമിനെ റൺ ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും സാധിക്കും. അത് മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് അല്ലെങ്കിൽ ക്രോസ് പ്ലാറ്റ്ഫോം എന്ന് മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് ആ ഒരു പ്രോഗ്രാമിനെ ചേഞ്ച് ആക്കി അതിൽ റൺ ചെയ്യിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. അതൊരു ഏതൊരു പ്ലാറ്റ്ഫോമിലാണോ ഉണ്ടാക്കിയത് ആ പ്ലാറ്റ്ഫോമിനെ മാത്രമായിരിക്കും ആ പ്രോഗ്രാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ വേറൊരു ക്രോസ് പ്ലാറ്റ്ഫോം ലാംഗ്വേജ് ആണ് നമ്മൾ ജാവയുടെ ബൈറ്റ് കോഡ് ഒക്കെ നമുക്ക് ഏത് പ്ലാറ്റ്ഫോമിൽ വേണമെങ്കിലും റൺ ചെയ്യിക്കാൻ പറ്റും. പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് ആയ ഒരു ലാംഗ്വേജ് ആണ് ജാവ. പക്ഷെ C++ എന്നുള്ളത് പ്ലാറ്റ്ഫോം ഡിപ്പെൻഡന്റ് ആണ്. ഏത് പ്ലാറ്റ്ഫോമിലാണോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ പ്ലാറ്റ്ഫോമിൽ മാത്രമേ നമുക്ക് ആ പ്രോഗ്രാമിനെ റൺ ചെയ്യാൻ സാധിക്കുള്ളൂ. സോ അതാണ് പ്ലാറ്റ്ഫോം ഡിപ്പെൻഡന്റ്. ദെൻ വി ഹാവ് റിച്ച് ലൈബ്രറി. ലൈബ്രറി എന്നത് ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുന്ന ഒരാൾക്കും ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ലൈബ്രറി. ലൈബ്രറി എന്നുള്ളത് നമ്മുടെ സാധാരണ ഫംഗ്ഷൻസും അതിൻ്റെയൊക്കെ ഒരു കളക്ഷനെയാണ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഫംഗ്ഷനെയൊക്കെ ഒരു കളക്ഷനെയാണ് നമ്മുടെ ലൈബ്രറി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് C പഠിച്ച ഒരാളാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും ഫസ്റ്റ് ലെവലായിട്ട് അറിയുന്നിരിക്കുന്ന ഒരു ലൈബ്രറിയാണ് STDIO, സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ലൈബ്രറി. സോ ഈ ഒരു സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ലൈബ്രറിയിലാണ് നമ്മുടെ എല്ലാ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസും ഉള്ളത്. അതായത് പ്രിന്റ്എഫ് ആണെങ്കിലും സ്കാൻഎഫ് ഒക്കെ ഉള്ളത് ഈ സ്റ്റാൻഡേർഡ് IO ലൈബ്രറിയിലാണ്. അതേപോലെ തന്നെ C++ലും വളരെ റിച്ച് ആയ വളരെ അഭിനന്ദ ഒരു ലൈബ്രറി
ഒരുപാട് ലൈബ്രറി ഫങ്ഷൻസ് അല്ലെങ്കിൽ ലൈബ്രറി ഫയൽസ് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ IOStream stdio.hന് പകരമായി സിയിലുള്ള stdio.hന് പകരമായിട്ട് ഉള്ള ഒരു ലൈബ്രറിയാണ് IOStream. Then we have CSTDlib, CMath ഒക്കെ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് CMath. Then CTime, Fstream, മെമ്മറി, അൽഗോരിതം അങ്ങനെയുള്ള ഒരുപാട് ലൈബ്രറി ഫയൽസിന്റെ ഒരു റിച്ച് അബണ്ടന്റ് ആയിട്ടുള്ള ലൈബ്രറി ഫയൽസ് തന്നെ ആർക്കുണ്ട് C++ എന്ന ലാംഗ്വേജിന് അവൈലബിൾ ആണ്. Then next one is compiler based. Compiler based എന്ന് പറഞ്ഞാൽ കമ്പൈലർ എന്നത് ഒരു ട്രാൻസ്ലേറ്റർ ആണ്. ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ ലാംഗ്വേജിലുള്ള ഒരു പ്രോഗ്രാമിനെ ലോ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് എന്നുള്ളത് എപ്പോഴും ലോ ലെവലിലുള്ള ലാംഗ്വേജ്, അതായത് മെഷീൻ ലാംഗ്വേജസ് മാത്രമേ കമ്പ്യൂട്ടറിന് ഡയറക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഹൈ ലെവൽ ലാംഗ്വേജിന് ഒരിക്കലും കമ്പ്യൂട്ടറിന് ഡയറക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കില്ല. So we have to convert this high level programming language, the program written in high level programming language into low level programming language. So there is need some translators in between these two, that is high level language ന്റെയും low level language ന്റെയും ഇടയിലായിട്ട് ഒരു ട്രാൻസ്ലേറ്റർ ആവശ്യമാണ്. സോ ഈ ട്രാൻസ്ലേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് ഈ കമ്പൈലർ, ഇന്റർപ്രറ്റർ, അസംബ്ലി, ഇതൊക്കെ ട്രാൻസ്ലേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഈ ട്രാൻസ്ലേറ്റേഴ്സ് കമ്പൈലർ എന്നുള്ള ട്രാൻസ്ലേറ്റർ ആണ് ആരുപയോഗിക്കുന്നത്? C++ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. കമ്പൈലർ ചെയ്യുന്നത് മറ്റുള്ള ട്രാൻസ്ലേറ്ററിന് ഡിഫറെൻ്റ് ആയിട്ട് കമ്പൈലർ ചെയ്യുന്നത്. കമ്പൈലർ വിൽ റീഡ് ദ ഹോൾ പ്രോഗ്രാം ആൻഡ് ട്രാൻസ്ലേറ്റ്. എല്ലാ പ്രോഗ്രാമിനും ഒരുമിച്ചാണ് കമ്പൈലർ ട്രാൻസ്ലേറ്റ്. വേറാസ് ഇൻ ഇന്റർപ്രിറ്റർ ട്രാൻസ്ലേറ്റ് ദി പ്രോഗ്രാം ലൈൻ ബൈ ലൈൻ, ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് ഇന്റർപ്രിറ്റർ പ്രോഗ്രാമിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഓക്കെ. Then the next point is mid-level programming language. മിക്ക ആൾക്കാരും പറയുന്നത് C++ എന്നുള്ളത് ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നതാണ്. പക്ഷേ C++ എന്നത് ശരിക്കും ഒരു മിഡ് ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. മിഡ് ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയാൻ കാരണം C++ന് ലോ ലെവൽ അപ്ലിക്കേഷൻസ് വർക്ക് ചെയ്യാനും ഹൈ ലെവൽ അപ്ലിക്കേഷൻസിൽ വർക്ക് ചെയ്യാനും ഒരേ സമയത്ത് സാധിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ലോ ലെവൽ അപ്ലിക്കേഷൻസ് ആയ സിസ്റ്റം അപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ, അതായത് കേർണൽ, ഡ്രൈവേഴ്സ് ഒക്കെ ഉണ്ടാക്കാനുള്ള സിസ്റ്റം അപ്ലിക്കേഷൻസ് ഉണ്ടാക്കാനും നമ്മൾ ഇന്ന് C++ ഉപയോഗിക്കുന്നു. അതുകൂടാതെ തന്നെ ഹൈ ലെവൽ ലാംഗ്വേജ് അപ്ലിക്കേഷൻസിനും C++ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. സോ ഇതിന്റെ രണ്ടിലും നടുക്കൊരു ബ്രിഡ്ജായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് മിഡ് ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് C++ പറയുന്നത്. ഓക്കെ. ദെൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, ഒബ്ജക്റ്റ് ഓറിയന്റഡ്. C++ എന്നുള്ളത് ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് ലാംഗ്വേജ് ആണ്. ഇനിയുള്ള ഓരോ മോഡ്യൂൾസിൽ പോകുന്നതനുസരിച്ചും നിങ്ങൾക്ക് C++ന്റെ കൂടുതൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഫീച്ചേഴ്സിലേക്ക് കയറി പഠിക്കാൻ സാധിക്കും. ഇപ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ മാത്രമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് എന്നുള്ളത്? ഒബ്ജക്റ്റ് ഓറിയന്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബേസിക് എൻറ്റിറ്റി എന്നുള്ളത് ഒരു ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് എന്നത് ഇതൊരു റിയൽ വേൾഡ് എൻറ്റിറ്റിനെയും നമുക്ക് ഒബ്ജക്റ്റ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഒരു പെന്നാവാം, പെൻസിലാവാം, റബ്ബർ ആവാം, അല്ലെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ആവാം, ഒരു ചെയർ ആവാം, ഒരു ടേബിൾ ആവാം, എന്തോ ആവാം. കുറച്ച് പ്രോപ്പർട്ടീസ് ഉള്ള എന്തിനേയും നമുക്കൊരു ഒബ്ജക്റ്റ് എന്ന് പറയാം. റിയൽ വേൾഡ് എൻറ്റിറ്റി എന്തിനേയും നമുക്കൊരു ഒബ്ജക്റ്റ് ആയിട്ട് പറയാം. ഈ ഒബ്ജക്റ്റ് ഡിറൈവ് ചെയ്ത് വരുന്നത് അതിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ്, അതിൻ്റെ ഒരു അബ്സ്ട്രാക്ട് എന്നുള്ളത് ഒരു ക്ലാസ് ആണ്. ഒരു ക്ലാസ് എന്നുള്ളത് നമുക്ക് പറയുന്നത് ഡാറ്റ വേരിയബിൾസിൻ്റെയും മെത്തേഡ്സിൻ്റെയും ഒരു കളക്ഷനെയാണ് നമ്മൾ ക്ലാസ് എന്ന് പറയുന്നത്. ഈ ക്ലാസ് എന്നുള്ളതിൽ നിന്നാണ് ഒബ്ജക്റ്റിനെ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഒരു ക്ലാസ് നമുക്ക് എത്ര ഒബ്ജക്റ്റിനെ വേണമെങ്കിലും ഡിറൈവ് ചെയ്തിരിക്കാം. ഈ ക്ലാസ്സിൽ എഴുതിയിരിക്കുന്ന മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒബ്ജക്ട്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ഉള്ള ടോപ്പിക്സുകളിൽ നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ എന്താണ് ഈ കൺസെപ്റ്റ് എന്ന് അറിഞ്ഞിരിക്കും. ഒബ്ജക്റ്റ് എന്നുള്ളത് ഒരു റിയൽ വേൾഡ് എൻറ്റിറ്റിയാണ്. ക്ലാസ് എന്നുള്ളത് അതിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് ആണ്. ഒബ്ജക്ട്സിനെ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ബ്ലൂ പ്രിന്റിനെയാണ് ക്ലാസ് എന്ന് പറയുന്നത്. ക്ലാസ് എന്നത് ഒരു തിയററ്റിക്കൽ അപ്രോച്ചും ഒബ്ജക്റ്റ് എന്നുള്ളത് ഒരു പ്രാക്ടിക്കൽ അപ്രോച്ചുമാണ്. ഈ ഒബ്ജക്റ്റ് ആൻഡ് ക്ലാസ് കൂടാതെയുള്ള കുറച്ച് ഫീച്ചേഴ്സ് ആണ്, ഒബ്ജക്റ്റ് ഓറിയന്റഡ് വരുന്ന കുറച്ച് ഫീച്ചേഴ്സ് ആണ് എൻകാപ്സുലേഷൻ, അബ്സ്ട്രാക്ഷൻ, പോളിമോർഫിസം, ഇൻഹെറിറ്റൻസ് എക്സെട്ര. ഇതിൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ നിന്ന് വേറൊരു ക്ലാസ്സിനെ ഡിറൈവ് ചെയ്തെടുക്കുന്ന ഒരു ക്ലാസ്സിൽ നിന്ന് വേറൊരു ക്ലാസ്സിന് ഡിറൈവ് ചെയ്തിരിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. I will write it here. First one നമ്മൾ എന്താ പറഞ്ഞത്? ഒബ്ജക്റ്റ് എന്താണെന്ന് പറഞ്ഞു. Then we said what is class. Class എന്താണെന്ന് പറഞ്ഞു. Then next one എന്ന് പറയുന്നത് ഇൻഹെറിറ്റൻസ്. സോ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിൽ നിന്ന് നമ്മൾ മറ്റൊരു ക്ലാസ്സിനെ ഡിറൈവ് ചെയ്തെടുക്കുന്നതിനാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇൻഹെറിറ്റൻസ് മെയിനായിട്ട് ഉപയോഗിക്കാൻ കാരണം കോഡ് റീയൂസബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അതായത്
ഒരു ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് പോലെ. പാരന്റ് എന്നുള്ളതിന് നമുക്ക് ബേസ് ക്ലാസ് ആയിട്ടും സെക്കൻഡ് ചൈൽഡ് എന്നുള്ളത് നമുക്ക് ചൈൽഡ് ക്ലാസ് അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ് എന്നും പറയും. അതായത് ഈ ചൈൽഡിന് പാരന്റിന്റെ എല്ലാ ഫങ്ഷൻസും നമുക്ക് ചൈൽഡിന് ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ ഇതിനെ റീറൈറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. പാരന്റ് ചെയ്ത ഓരോ കാര്യങ്ങളും ചൈൽഡിന് നമുക്ക് റീറൈറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. സോ അതിന് ആ ഒരു കൺസെപ്റ്റിലാണ് ഇൻഹെറിറ്റൻസ് എന്നുള്ളൊരു ഫീച്ചർ യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ വരുന്നതാണ് പോളിമോർഫിസം. പോളിമോർഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഫോമിൽ എന്തിനേയും റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് പോളിമോർഫിസം എന്ന് പറഞ്ഞത്. അതായത് മോർ ദാൻ വൺ ഫോമിൽ ഒരു എൻറ്റിറ്റീനെ റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് എൻകാപ്സുലേഷൻ. എൻകാപ്സുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിന്റെ കേസിൽ എൻകാപ്സുലേഷൻ എന്ന് പറയുമ്പോൾ എല്ലാ എൻറ്റിറ്റി നമുക്ക് പ്രോഗ്രാമിൽ അവൈലബിൾ ആയിട്ട് എല്ലാ എൻറ്റിറ്റിയെയും ഒരുമിച്ച് ഒരു സിംഗിൾ യൂണിറ്റിന്റെ ഉള്ളിൽ ചേർത്ത് വെക്കുന്നതിനാണ് നമ്മൾ എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ക്യാപ്സുലൊക്കെ പോലെ തന്നെ ഒരു സിംഗിൾ യൂണിറ്റ്, ആ സിംഗിൾ യൂണിറ്റിലുള്ള ക്ലാസ് ആണ്. ഈ ക്ലാസിന്റെ ഉള്ളിലാണ് എല്ലാ വേരിയബിൾസിനെയും മെത്തേഡ്സിനെയും ഒക്കെയും ചേർത്ത് വെച്ചിരിക്കുന്നത്, ഉള്ളിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. സോ ഈ ക്ലാസ് എന്നുള്ളത് ഒരു ക്യാപ്സൂളാണ്. ക്യാപ്സൂളിന്റെ ഉള്ളിലാണ് നമുക്ക് ആവശ്യമുള്ള എല്ലാ ഡാറ്റാസും അവൈലബിൾ ആയിരിക്കും. സോ ഇതിന് ഈ ഒരു ഫീച്ചേഴ്സിനെയാണ് എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത്. ദെൻ വി ഹാവ് അബ്സ്ട്രാക്ഷൻ. അബ്സ്ട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെസസറി ആയുള്ള ഡാറ്റാസ് മാത്രം കാണിച്ചിട്ട്, അതായത് നമുക്കൊരു പ്രോഗ്രാമർ യൂസർക്ക് ഏറ്റവും നെസസറി ആയ കാര്യങ്ങൾ മാത്രമാണ് യൂസറിന് വിസിബിൾ ആയിട്ടുള്ളത്. അൺനെസറി ആയിട്ട് യൂസറിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും യൂസറിന് വിസിബിൾ അല്ല. അത് ഒക്കെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഹൈഡിങ് ഫ്രം ദി യൂസർ. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ പ്രിന്റ് എഫ് അല്ലെങ്കിൽ സ്കാൻ എഫ് എന്നുള്ള ഫംഗ്ഷൻസ് ഒക്കെ സിയിൽ ഉപയോഗിക്കുന്ന സമയത്ത് ആ ഫംഗ്ഷൻ കോൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഫംഗ്ഷൻ ഡെഫിനിഷനോ അതിന്റെ ഡിക്ലറേഷനോ ഒന്നും നമ്മൾ എഴുതുന്നില്ല. പകരം അതൊക്കെ ആ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ലൈബ്രറി ഫയൽസിൻ്റെ ഉള്ളിൽ ഓൾറെഡി പ്രീ റിട്ടേൺ ആയിട്ട് എഴുതി വെച്ചിരിക്കുക. പക്ഷെ നമ്മൾക്ക് ആ ഒരു ഫംഗ്ഷൻ്റെ ഡെഫിനിഷനോ ഡിക്ലറേഷനോ കാണേണ്ട ആവശ്യം നമ്മൾക്കില്ല. പകരം നമ്മളെന്താണ് ആ പ്രിന്റ് എഫ് എന്നുള്ള ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. സോ ഇതാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞത്. സോ ഇത്രയും ഫീച്ചേഴ്സ് ആണ് മെയിനായിട്ട് ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡിലെ ഒബ്ജക്റ്റ് എന്താണ് ക്ലാസ്, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, എൻകാപ്സുലേഷൻ, അബ്സ്ട്രാക്ഷൻ, ഇതൊക്കെ ഒബ്ജക്റ്റ് ഓറിയന്റഡിന്റെ ഫീച്ചേഴ്സ് ആണ്. ഇത്രയാണ് C++ന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഒന്നും കൂടി ഏതൊക്കെയാണ് ഫീച്ചേഴ്സ് എന്ന് പറയാം. സിമ്പിൾ, പോയിന്റേഴ്സ്, മെമ്മറി മാനേജ്മെന്റ്, പ്ലാറ്റ്ഫോം ഡിപ്പെൻഡന്റ്, റിച്ച് ലൈബ്രറി, കമ്പൈലർ ബേസ്ഡ്, മിഡ് ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ആൻഡ് ഫൈനലി ഒബ്ജക്റ്റ് ഓറിയന്റഡ്. അതിൽ വരുന്ന കുറച്ച് ഫീച്ചേഴ്സ് ആണ് ഒബ്ജക്റ്റ്, ക്ലാസ്, ഇൻഹെറിറ്റൻസ്, polymorphism, encapsulation, and abstraction. Okay, that's all about today's class. Thank you so much for joining me. Next section വേറൊരു ടോപ്പിക് വരെ ഞങ്ങൾ വീണ്ടും വരികയാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. Thank you so much.